പോലീസ് നിയമന തട്ടിപ്പിൽ പുതിയ വെളിപ്പെടുത്തൽ. ശരണ്യ ചെന്നിത്തലയെ നേരിട്ട് കണ്ടു എന്നതിന് സ്ഥിരീകരണമായി. ശരണ്യയെ ഹരിപ്പാട്ടെ ക്യാമ്പ് ഓഫീസിൽ കൊണ്ടുവിട്ടുവെന്ന് ഡ്രൈവർ സുധീർ പീപ്പിളിനോട് വെളിപ്പെടുത്തി. നിയമന തട്ടിപ്പിൽ പ്രതിയായ ശരണ്യ മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ടതിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകിയ സഹായത്തെക്കുറിച്ചും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആരോപണം ആഭ്യന്തരമന്ത്രി നിഷേധിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ശരണ്യയെ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട്ടെ ക്യാമ്പ് ഓഫീസിൽ കൊണ്ടുവിട്ട ഡ്രൈവർ സുധീറിന്റെ സ്ഥിരീകരണം പീപ്പിൾ TV പുറത്തുവിടുന്നത്. രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നീ പോയെന്ന് പറഞ്ഞില്ലേ? എൻ്റെ വീട്ടിലാണ്, ഓഫീസിൽ പോയി. ഓഫീസിലാണ് ഞാൻ അവിടെ അച്ഛൻ, അവിടെ അമ്മ, നെയ്സല്, അവിടെ കൊച്ചും മറ്റേ നെയ്സല് അവിടെ പോകുന്നു. അവിടെ അവിടുന്ന് പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ വണ്ടി ഇറങ്ങത്തില്ല. നെയ്സല് പിന്നെ ഈ രമേശ് ചെന്നിത്തലയുടെ ഓഫീസാണോ അതോ വീടാണോ? ഹരിപ്പാട് അമ്പലത്തിന് വടക്കാപ്പുറത്താണ്. അവിടെ എന്തോ അവന്റെ ചെന്നിത്തലയുടെ ഓഫീസ് അവിടെ പോകും. പോയിട്ട് ഇവരെന്ത് അവരകത്തോട്ട് കയറുക? അവരകത്തോട്ട് കയറും. ഞാൻ കാരണത്തിരിക്കും. നെയ്സലും ആ പെണ്ണും കൂടെ അകത്തോട്ട് കയറും. അപ്പൊ ഇവർ അച്ഛനും അമ്മയും വണ്ടിക്കകത്തിട്ടുണ്ടായിരുന്നു. കൊച്ചു വെച്ചുണ്ടല്ലോ, കൊച്ചൊക്കെ. ചെന്നിത്തല ഉണ്ടായിരുന്നു അന്നേരം അവിടെ? ചെന്നിത്തല കാണാൻ വേണ്ടിയല്ലേ. പിന്നെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ചെന്നിത്തല ഏതാണ്ട് കൊടുത്തു, ഒരു പേപ്പർ എന്തോ കൊടുത്തിട്ട് പറഞ്ഞ് പിന്നെ എന്തോ ഇവിടെ ചെല്ലാൻ പറഞ്ഞു, എന്തോ പത്തനംതിട്ട വനസില്ലാങ്ങാടി എല്ലാം പറഞ്ഞു. അങ്ങനെ രണ്ടു വട്ടം ഞാൻ അതും പോയി. ശരണ്യയുടെ മൊഴിയെ സാധൂകരിക്കുന്ന നിർണായക വെളിപ്പെടുത്തലാണ് ഡ്രൈവർ സുധീറിന്റേത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ വെളിപ്പെടുത്തലിലേക്കൊന്നും നീങ്ങുന്നില്ല എന്നതാണ് വാസ്തവം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പോലീസ് നിയമന തട്ടിപ്പിൽ തനിക്കെതിരെയുള്ള ആരോപണവും അന്വേഷിക്കട്ടെ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുറ്റമറ്റ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അത് പൂർത്തിയായാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരു മിനിറ്റ് ഒരു പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? ഒരു സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? എൻ്റെ ആഫീസിലെ സീലടിച്ചാൽ ആർക്കാ നിയമനം കിട്ടുന്നത്? ഇത്ര തരം താണ നിലയിൽ വളരെ വളരെ ദുഃഖമുണ്ട്. ഇങ്ങനെ പറയുന്നത് ഇത് ഒരു പുതിയ ഫാഷനായിരിക്കുകയാണ്. ആ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ ആരുടെയും പേരങ്ങ് പറഞ്ഞേക്കാം. കൊടുക്കാൻ മാധ്യമങ്ങളുണ്ടെങ്കിൽ പിന്നെ എളുപ്പമല്ലേ? ഇതെല്ലാം ക്ലാരിഫൈ ചെയ്യേണ്ട ജോലി നമുക്കാ വരുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് ഒന്നും പറയാറുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും നിയമനം കിട്ടിയിട്ടുണ്ടോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. സംസ്ഥാനത്ത് പച്ചക്കറികൾക്ക് തീവില. വില അസഹനീയമായതോടെ ജനജീവിതം ദുസ്സഹമായി. അതിനിടെ പച്ചക്കറി വില നിയന്ത്രണത്തിന് 5 കോടി അനുവദിക്കാൻ സർക്കാർ തീരുമാനം. ഹോർട്ടികോർപ്പിന്റെ 300 കേന്ദ്രങ്ങളിൽ 10 ഇനം പച്ചക്കറികൾ 30% വിലക്കുറവിൽ ലഭ്യമാക്കാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി KP മോഹനൻ പറഞ്ഞു. ഇതിന് 10 ഐറ്റംസിന് 30% വിലക്കുറവിൽ നാളെ മുതൽ ഹോർട്ടികോർപ്പിൻ്റെ 300 കേന്ദ്രങ്ങളിലും തിങ്കളാഴ്ച മുതൽ ഹോർട്ടികോർപ്പിൻ്റെയും സപ്ലൈകോയുടെയും കേന്ദ്രങ്ങളിൽ 500 കേന്ദ്രങ്ങളിൽ അടക്കം 300 + 200 കേന്ദ്രങ്ങളടക്കം 500 കേന്ദ്രങ്ങൾ തിങ്കളാഴ്ച മുതലും 30% വിലക്കുറവിൽ നൽകുകയാണ്. ഓണത്തിന് വിഷമില്ലാത്ത പച്ചക്കറി നൽകി വിപ്ലവം കുറിച്ച CPM വിഷുവിനും മലയാളികൾക്ക് വിഷരഹിത പച്ചക്കറി നൽകും. ഡോക്ടർ TM തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. പദ്ധതി നാളെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കും. കോഴിക്കോട് ഭൂഗർഭ അഴുക്കുചാൽ വൃത്തിയാക്കുന്നതിനിടെയുണ്ടായ അപകടം സുരക്ഷാ വീഴ്ച മൂലം. മതിയായ സുരക്ഷാ സംവിധാനമില്ലാതെയാണ് തൊഴിലാളികൾ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സംഭവത്തിൽ കരാറുകാരനെതിരെ കേസെടുക്കാൻ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാവിലെ 10:30യോടെയാണ് ഭൂഗർഭ അഴുക്കുചാൽ വൃത്തിയാക്കാനിറങ്ങിയ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ ഭാസ്കർ, നരസിംഹ എന്നിവർ അപകടത്തിൽപ്പെട്ടത്. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ മാൻഹോൾ തുറക്കവെ പുറത്തുവന്ന വിഷവാതകം ശ്വസിച്ച് 2 പേരും ബോധക്ഷയം സംഭവിച്ച് 12 അടി താഴ്ചയുള്ള മാൻഹോളിൽ വീഴുകയായിരുന്നു. തൊഴിലാളികൾ മാൻഹോളിൽ വീഴുന്നത് കണ്ട് രക്ഷിക്കാനെത്തിയ ഓട്ടോ തൊഴിലാളി കരുവിശ്ശേരി സ്വദേശി നൌഷാദും അപകടത്തിൽപ്പെട്ടു. ബീച്ച് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി 3 രക്ഷിച്ചെങ്കിലും ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരണപ്പെടുകയായിരുന്നു. കൂടിയ അളവിൽ വിഷവാതകം ശരീരത്തിനുള്ളിലെത്തിയതാണ് 3 മരണകാരണമെന്നാണ് ആശുപത്രി റിപ്പോർട്ട്. തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ജോലിയെടുപ്പിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്ന് ബീച്ച് ഫയർഫോഴ്സ് ഡിവിഷൻ ഓഫീസർ അരുൺ ശങ്കർ പറഞ്ഞു. ഓക്സിജൻ കിട്ടാതെ താഴെ പോയെന്നാണ് പറയുന്നത്. അപ്പോൾ തുറന്നപ്പോഴത്തേക്ക് അത് ഇതിൽ വളരെ ക്ലോസ്ഡ് എൻകോസ്റ്ററാണ്. അപ്പോൾ എയർ കാണത്തില്ല. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ഒന്നുകിൽ സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ടൊക്കെ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ട് റോപ്പ് കൊടുത്തിട്ടൊക്കെ ആളിനെ ഇറക്കി നോക്കാവും. പക്ഷെ അവർ അല്ലാതെ ലിഡ് തുറന്നു നോക്കിയപ്പോൾ ആൾ വീണു. രണ്ടാമത്തെ ആൾ പിന്നെ അയാളെ രക്ഷപ്പെടുത്താൻ നോക്കി, അയാൾ വീണു. പിന്നെ ഒരു ഓട്ടോക്കാരനോ മൂന്നാമത് കണ്ടുവന്നൊരു ഓട്ടോക്കാരൻ വന്ന് ചാടി രക്ഷപ്പെടുത്താൻ നോക്കി, അയാളും വീണു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി ജില്ലാ കളക്ടർ 1 ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഓൺലൈൻ പെൺവാണിഭ കേസിൽ പോലീസ് വലയിൽ നിന്ന് രക്ഷപ്പെട്ട 2 പേർ പിടിയിലായി. മുബീന, വന്ദന എന്നിവരെ തമിഴ്നാട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിലെ പല്ലപ്പള്ളത്തെ ആയുർവേദ റിസോർട്ടിൽ നിന്നാണ് ഇവർ പോലീസിന്റെ പിടിയിലായത്. ഹർത്താൽ നിയന്ത്രണ ബില്ല് ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്ധവിശ്വാസ അനാചാര വിരുദ്ധ ബില്ല് പരിഗണനയിലാണെന്നും ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിനൊരു നിയന്ത്രണം ഉണ്ടാകുക, അല്ലാണ്ട് കംപ്ലീറ്റ് എല്ലാവരുടെയും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതിയില്ല. ഹർത്താൽ നിരോധനമില്ല, ഇത് ഹർത്താൽ നിയന്ത്രണമില്ലാണ്. പാനായിക്കുളം സിമി ക്യാമ്പ് കേസിൽ കുറ്റക്കാർക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. കേസിൽ 5 പേർ കുറ്റക്കാരാണെന്ന് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. കുറ്റക്കാർക്കുള്ള ശിക്ഷ വിധിക്കുന്നതിന് മുന്നോടിയായി പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വിശദമായ വാദം കോടതി കേട്ടു. പ്രതികൾ ചെയ്തത് നിസ്സാര കുറ്റമല്ലെന്നും രാജ്യദ്രോഹ കുറ്റമായതിനാൽ പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. NIA പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PG മനു. തീവ്രവാദത്തിനുള്ള ഈ കേരളത്തിന്റെ മണ്ണിലുള്ള താക്കീതായിട്ട് കൂടി ഈ വിധി മാറിത്തീരണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. കേവലം ഒരു യോഗം ചേർന്നു എന്നതല്ലാതെ അത് ഒരു കലാപത്തിലേക്ക് നയിച്ചിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പ്രതികളുടെ കുടുംബ പശ്ചാത്തലവും പ്രശ്നങ്ങളും കണക്കിലെടുത്ത് ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്നും പ്രതിഭാഗം വാദിച്ചു. ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ട കോടതി കുറ്റക്കാരായ കണ്ട ഷാദുലി, അബ്ദുൾ റാസിഖ്, അൻസാർ നദ്വി, നിസാമുദ്ദീൻ, ഷമ്മാസ് എന്നിവർക്ക് പറയാനുള്ളതും കേട്ട ശേഷം ശിക്ഷ പ്രഖ്യാപിക്കുന്നത് ഈ മാസം 30 മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സാങ്കേതിക സർവകലാശാലയിലെ പരീക്ഷകൾ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ച നടപടി റദ്ദാക്കി. പീപ്പിൾ വാർത്തയെ തുടർന്നാണ് നടപടി. സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് എംടെക് വിദ്യാർത്ഥികളുടെ 1ാം സെമസ്റ്റർ പരീക്ഷാ നടത്തിപ്പാണ് ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിട്രാക്ക് എന്ന സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ സർവകലാശാല അധികൃതർ തീരുമാനിച്ചത്. മതിയായ പഠനങ്ങളോ കൂടിയാലോചനകളോ ഇല്ലാതെ ഏകപക്ഷീയമായിട്ടാണ് അധികൃതർ ഈ തീരുമാനമെടുത്തത്. വിഷയം വിവാദമായതോടെ സുതാര്യമല്ലാത്ത സംവിധാനത്തിൽ പരീക്ഷ നടത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വാർത്താ സമ്മേളനം വിളിക്കുകയും നടപടി പിൻവലിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എംപിമാരായ MP രാജേഷ്, KN ബാലഗോപാൽ എന്നിവർ സർവകലാശാലയുടെ നടപടിക്കെതിരെ ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. വിഷയത്തിലിടപെട്ട ഗവർണർ 2 ദിവസത്തിനകം റിപ്പോർട്ട് തരാൻ വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടു. പരീക്ഷാ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സർവകലാശാലയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കുഞ്ചറിയ P. ഐസക്കിനെ ഉപരോധിച്ചു. പ്രതിഷേധങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പരീക്ഷാ നടപടികൾ നിർത്തിവെക്കാനായി വൈസ് ചാൻസലർ ഉത്തരവിറക്കിയത്. പരീക്ഷാ നടപടികൾ ഒന്നടങ്കം ബാംഗ്ലൂർ ആസ്ഥാനമായ സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്നു എന്ന വാർത്ത പുറത്തുവിട്ടത് പീപ്പിൾ TVയാണ്. 45,000-ലേറെ വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ തുലാസിലാക്കിയ തീരുമാനം ഒടുവിൽ സർവകലാശാല തന്നെ തിരുത്തി. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സന്നിധാനത്ത് നിത്യേന ശുദ്ധജലം എത്തിക്കുന്നത് കുന്നാർ ഡാമിൽ നിന്നാണ്. ഉൾക്കാട്ടിൽ 8 കിലോമീറ്ററോളം അകലെ നിന്നും പമ്പിംഗ് സംവിധാനമില്ലാതെ പൈപ്പിലൂടെ ഒഴുകിയാണ് കുന്നാറിലെ ജലം സന്നിധാനത്ത് എത്തുന്നത്. അട്ടിമറി ഭയന്ന തീർത്ഥാടക കാലത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ശബരിമല തീർത്ഥാടകർ കുന്നാർ ഡാമിനോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം സന്നിധാനത്ത് ശുദ്ധജലം എത്തിക്കുന്ന ഒരേ ഒരു സ്രോതസ്സാണ് കുന്നാർ ഡാം. സന്നിധാനത്ത് നിന്നും 8 കിലോമീറ്റർ അകലെ ഉൾക്കാട്ടിലാണ് കുന്നാർ ഡാം. കൈവഴികളായി ഒഴുകുന്ന കുഞ്ഞരുവികളുടെ സംഗമമാണ് കുന്നാർ ഡാമിന്റെ ജലസമ്പത്ത്. പ്രകൃതിയുടെ തനത് രൂപത്തിൽ തന്നെയാണ് കുന്നാറിലെ ജലത്തെ ഇപ്പോഴും സംഭരിച്ചു നിർത്തുന്നത്. ഇവിടെ നിന്നും യന്ത്രസഹായമില്ലാതെ തന്നെ പൈപ്പിലൂടെ 8 കിലോമീറ്റർ സഞ്ചരിച്ച് സന്നിധാനത്തെ വിവിധ ടാങ്കുകളിൽ ജലം ഒഴുകിയെത്തും. പൈപ്പിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ പരിശുദ്ധി നിരീക്ഷിക്കാൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ടാങ്കുകളിൽ വെള്ളമെത്തുന്നതിന് മുമ്പ് തന്നെ കുന്നാർ ജലം മാലിന്യമുക്തമാണോ എന്നറിയാൻ ഇവിടെ സംവിധാനമുണ്ട്. ഗപ്പി മീനുകളെ വളർത്തുന്ന ചെറു ടാങ്കിൽ കുന്നാർ ജലത്തെ എത്തിച്ച് നിരീക്ഷിക്കുന്നതാണ് ഒരു രീതി. കുന്നാർ ഡാമിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന ഗ്രാവിറ്റി മൂലം വരുന്ന വെള്ളമാണ്. അതിലേക്കാണ് നമ്മൾ ഗപ്പി എന്ന മത്സ്യത്തെ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ മത്സ്യം പോയിസണായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വേഗം ഷിവർ ചെയ്ത് അതിന്റെ മാക്സിമം അത് ഡെഡ്ലി ആവാനുള്ള വരെ സാധ്യതയുണ്ട്. തീർത്ഥാടന കാലമാകുമ്പോൾ കുന്നാർ ഡാം ശക്തമായ സുരക്ഷാ വലയത്തിലായിരിക്കും. താൽക്കാലിക ടെന്റുകൾ കെട്ടി 10ഓളം പോലീസുകാർ 24 മണിക്കൂറും ഇവിടെ ഡ്യൂട്ടിയിലുണ്ടാകും. സന്നിധാനത്ത് ശുദ്ധജലത്തിന്റെ ആവശ്യകത വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് കുന്നാർ ഡാമിന്റെ സംഭരണശേഷി കൂട്ടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ശബരിമല. തിക്കുറിശ്ശി ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. തിരുവനന്തപുരം VJT ഹാളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. മികച്ച വാർത്താ അവതാരകനുള്ള പുരസ്കാരം പീപ്പിൾ TV ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് അരുൺ VS ഏറ്റുവാങ്ങി. വിവിധ വിഭാഗങ്ങളിലായുള്ള മറ്റ് പുരസ്കാരങ്ങളും സമ്മാനിച്ചു.